ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നാളുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണല്ലോ. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ലക്ഷ്യം 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമതായി ഈശോയെ അറിയണം. രണ്ടാമതായി ഈശോയെ സ്നേഹിക്കണം. മൂന്നാമതായി ഈശോയെ സ്വീകരിക്കണം. നാലാമതായി ആ ഈശോയിൽ ആശ്രയിക്കണം. അഞ്ചാമതായി ആ ഈശോയിൽ വളരണം. ഈശോയെ അറിയണം, സ്നേഹിക്കണം, സ്വീകരിക്കണം, ആശ്രയിക്കണം, ആ ഈശോയിൽ വളരണം. ആരും ഇക്കാര്യങ്ങൾ മറന്നു പോകരുത്. ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും കുരുന്ന മനസ്സുകൾക്ക് ആദ്യമേ പകർന്നു കൊടുക്കേണ്ടത് കുടുംബങ്ങളിലാണല്ലോ. ബാല്യകാലം ജീവിതത്തിൻ്റെ പൂമുറ്റമാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഏറെ കാര്യങ്ങൾ ബാല്യകാലം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. തൂവെള്ള വസ്ത്രമണിഞ്ഞ് ശിരസിൽ പുഷ്പമുടി ചൂടി തിരിയുമായി അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ തൂവെള്ള ഓസ്തിയായി നാവിലേക്ക് ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ വിസ്മയങ്ങളാണ്. ഓർത്താലും ഓർത്താലും തീരാത്ത ദിവ്യമായ അനുഭവങ്ങൾ. ആദ്യ കുർബാന സ്വീകരണ ദിവസം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസമാണ്. ആ ദിനത്തിൻ്റെ അനുഭവങ്ങൾ, ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം മായാതെ ഓർമ്മകളായി നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് കാലം മാറി കുഞ്ഞുങ്ങളെ നന്നായി ഒരുക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഈ ദിവ്യരഹസ്യത്തെ വിശ്വാസത്തോടെ ആദരപൂർവ്വം സമീപിക്കുവാൻ, ആരാധനയോടെ നന്ദിയോടെ സ്വീകരിക്കുവാൻ കുഞ്ഞുങ്ങളെ ഒരുക്കേണ്ടത് ഇന്ന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യ കുർബാന സ്വീകരണ ദിവസം കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്. വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഈ ഓർമ്മകൾ ഏറെ സഹായകമാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോ, വിശുദ്ധ കൊച്ച്രേസ്യ, വിശുദ്ധ മരിയ ഗുരുത്ത് ഇവരൊക്കെ ഇതിന് വലിയ മാതൃകകളാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ അവിസ്മരണീയ ദിവസമായ ആദ്യ കുർബാന സ്വീകരണ ദിവസം അനുഭവമാകുവാൻ കൂട്ടായ ഒരു പരിശ്രമവും ശ്രദ്ധയും സർവോപരി പ്രാർത്ഥനയും വളരെയധികം ആവശ്യമാണ്. ഇതിനായി പ്രത്യേകം ഒരുക്കം, പരിശീലനം ആവശ്യമാണ്. കുഞ്ഞുങ്ങൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിശ്വാസ കാര്യങ്ങൾ, മൂല്യങ്ങൾ, സ്വന്തമാക്കേണ്ട ജീവിത മനോഭാവങ്ങൾ, മനഃപ്പാഠമാക്കേണ്ട നമസ്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ ശരിയായി പഠിപ്പിക്കണം. ഇതിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. മക്കളെ നടക്കുവാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ, നടക്കേണ്ട വഴി കൂടി അവരെ പഠിപ്പിക്കണം. അവരെ സംസാരിക്കുവാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുകൂടി അവരെ പഠിപ്പിക്കണം. മക്കളെയെല്ലാം കാണുവാനായിട്ട് പഠിപ്പിച്ചാൽ മാത്രം പോരാ, എന്ത് കാണണം, എന്ത് കാണരുത്, എന്തുകൊണ്ട് കാണരുത് എന്നുകൂടി അവരെ പഠിപ്പിക്കണം. അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ പോരാ, ഉന്നതമായ സ്വഭാവശുദ്ധി കൂടി നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം. അവർ എങ്ങോട്ട് പോകരുത് എന്ന് പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവർ എങ്ങോട്ട് പോകണം എന്നുകൂടി അവരെ പഠിപ്പിക്കണം. മക്കൾക്ക് വില കൂടിയ വസ്ത്രം മാത്രം കൊടുത്താൽ പോരാ, വിലപ്പെട്ട ജീവിതത്തിൻ്റെയും ശരീരത്തിൻ്റെയും മഹത്വവും വിലയും അവരെ പഠിപ്പിക്കണം. മക്കൾക്ക് വയറു നിറയെ ആഹാരം കൊടുത്താൽ മാത്രം പോരാ, അവരുടെ മനസ്സിനും ആത്മാവിനും വേണ്ട ആഹാരം നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് അറിവ് നൽകിയാൽ മാത്രം പോരാ, തിരിച്ചറിവ് നൽകുവാൻ കൂടി ഏറെ ശ്രദ്ധിക്കണം. താൽക്കാലിക രക്ഷയെക്കുറിച്ച് മാത്രം മക്കളെ പഠിപ്പിച്ചാൽ പോരാ, നിത്യരക്ഷയെക്കുറിച്ചും പഠിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. മക്കൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയാൽ മാത്രം പോരാ, അവരെ ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവരെക്കുറിച്ച് കരുതലും പ്രാർത്ഥനയും ഉള്ളവരാകണം. അപ്പോൾ നമ്മുടെ മക്കൾ അനുഗ്രഹവും അഭിമാനവുമായി മാറും. അവർ യേശുവിനെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും സ്വീകരിക്കുന്നവരും ആശ്രയിക്കുന്നവരും ആ യേശുവിൽ വളർന്നു വരുന്നവരുമാകും. ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഇവരെ ഏറെ സ്നേഹത്തോടെ കരുതലോടെ പ്രാർത്ഥനകളോടെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും, ഇവരെ പരിശീലിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.